ഇന്നത്തെ മാസഫലത്തിൽ നമ്മൾ നോക്കുന്നത് പൂയം നക്ഷത്രമാണ്. നക്ഷത്രനാഥനായ ശനി അനിഷ്ടപ്രദമായ 8-ാം ഭാവത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു. 9-ാം ഭാവത്തിലെ ശനിക്ക് 8, 12 ജന്മരാശി എന്നിവയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ദോഷശക്തിയില്ല. അതിനാൽ പൂയം നാളുകാർ സമ്മിശ്രമായിട്ടുള്ള മാറ്റങ്ങളുടെ അരികിലാണെന്ന് പറയാം. ഈ ആഴ്ചയ്ക്ക് ശേഷം ചൊവ്വ പൂയം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് അശുഭപ്രദമാണ്. സാഹസകർമ്മങ്ങളിൽ ഏർപ്പെടരുത്. ക്ഷോഭവാസന നിയന്ത്രിക്കപ്പെടണം. അതായത് പ്രകോപിതരാവാൻ സാഹചര്യങ്ങൾ ഉണ്ടായാലും അത് കാണിക്കരുത്. ദാമ്പത്യത്തിൽ സംതൃപ്തി കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. 11-ൽ വ്യാഴം തുടരുന്നതിനാൽ കൈമോശം വന്ന പേഴ്സോ പണമോ രേഖകളോ തിരികെ കിട്ടും. ബിസിനസ്സിൽ നിന്ന് ധനാഗമം മോശമാവില്ല, അതായത് നഷ്ടം വരില്ല എന്നർത്ഥം. ഏപ്രിൽ 2-ാം പകുതിയിൽ ആദിത്യൻ 10-ാം ഇടത്തിൽ പ്രവേശിക്കുമ്പോൾ കർമ്മരംഗം കൂടുതൽ ശോഭയുള്ളതാകും. മത്സരങ്ങളിൽ വിജയിക്കുമെന്നതാണ് കാണുന്നത്. ചന്ദ്രൻ, രാഹു, ശനി എന്നിവയുടെ ഭാവവ്യതിയാനങ്ങൾ ഇവരുടെ ജീവിതത്തിലും സാമ്പത്തികപരവുമായ കാര്യങ്ങളിലും നിറയുമെന്ന് കാണാം. വലിയ ഉത്സാഹം വേണമെന്നതുപോലെ ശാന്തതയും ബുദ്ധിമുട്ടുള്ള തീരുമാനമെടുക്കാനുള്ള ഗുണങ്ങളും ആവശ്യമാണ്. വിശദമായി നമുക്ക് നോക്കാം. ജീവിതത്തിലെ പ്രധാന മേഖലകൾ നോക്കാം. സാമ്പത്തികം. അടുത്തു വരുന്ന ചില വരുമാന അവസരങ്ങൾ ശ്രദ്ധയിൽപ്പെടും. എന്നാൽ ആരെങ്കിലും കബളിപ്പിക്കാൻ ശ്രമിക്കാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പഴയ കുടിശ്ശികകൾ തീർക്കാൻ ചെറിയ ക്ഷമയും ധൈര്യവും വേണം.